ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പാനന്തൻ ചർച്ചാ വിഷയമായ മോളിവുഡിലെ സർവൈവൽ ത്രില്ലർ സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ചിദംബരം സംവിധാനം ചെയ്ത സിനിമ കൃത്യം 6 ദിവസങ്ങൾ ഇന്നത്തോടെ തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. 7 ദിവസങ്ങളിലേക്ക് വരുമ്പോൾ പലരും 1 കോടിക്ക് മുകളിൽ 7 ദിവസങ്ങളിൽ സിനിമകൾക്ക് കളക്ഷൻ ഉണ്ടോ എന്നാണ് നോക്കാറുള്ളത്. എന്നാൽ ഇവിടെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ 7 ദിവസങ്ങളിലെ ട്രാക്കിംഗ് കളക്ഷനിലൂടെ മാത്രം 1 കോടി രൂപയ്ക്ക് മുകളിലേക്ക് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. 5-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് വെച്ച് ഇന്നത്തെ കേരള ട്രാക്കിംഗ് നോക്കുമ്പോൾ തിങ്കളാഴ്ചയേക്കാൾ കൂടുതൽ കളക്ഷനാണ് ഇന്ന് സിനിമയ്ക്ക് കേരളത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 1,15,00,000 മുകളിലാണ് കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 1,24,00,000 മുകളിലാണ്. അപ്പോൾ ഇന്നലെ നേടിയെടുത്തത് 2,60,00,000 മുകളിലാണെങ്കിൽ ഇന്നത് 2,70,00,000 മുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കളക്ഷനോടെ 6 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 20 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ കിടക്കും. അതേസമയം വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകൾ ഇന്നലത്തേക്കാൾ കൂടുതലാണ്. ഇന്ന് 5 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ന് വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 46,50,00,000 മുകളിലെല്ലാം തന്നെ 6 ദിവസങ്ങൾ കൊണ്ട് മഞ്ഞുമൽ ബോയ്സ് വേൾഡ് വൈഡ് കളക്ഷൻ കിടക്കും. അപ്പോൾ നാളെ 7-ാം ദിവസം ബുധനാഴ്ച കളക്ഷനോടെ 50 കോടി രൂപയ്ക്ക് മുകളിൽ മഞ്ഞുമൽ ബോയ്സ് വേൾഡ് വൈഡ് കളക്ഷൻ കിടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളിലും ബോക്സ് ഓഫീസിൽ പലവിധ നേട്ടങ്ങളാണല്ലോ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന യുവതാരനിര സിനിമ നേടിയെടുത്തത്. ഒരു സൂപ്പർ താരത്തിന്റെയും സഹായമില്ലാതെ വീക്കെൻഡ് റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ വേൾഡ് വൈഡ് 50 കോടി കളക്ഷനിലേക്ക് ഏറ്റവും വേഗത്തിലെത്തുന്ന ഒരു യുവതാരനിര സിനിമ, അതും ഒരു സൂപ്പർ താരമൊന്നും തന്നെ ഇല്ലാത്ത സിനിമയായിട്ട് ആദ്യത്തെ സിനിമയായിട്ട് മാറാനായിട്ട് ഒരുങ്ങുകയാണ്. ഏകദേശം 14,50,00,000 ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കഴിഞ്ഞ ഞായറാഴ്ച കളക്ഷനോട് തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തിരുന്നു. ഇപ്പോഴത്തെ സിനിമ വേറെ ലെവൽ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ മഞ്ഞുമൽ ബോയ്സ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.